നമസ്കാരം. ചലച്ചിത്ര ആപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ജൂൺ മാസത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ജൂൺ മാസത്തിന്റെ പ്രത്യേകത ഇലക്ഷന് ശേഷം റിസൾട്ട് പ്രഖ്യാപിച്ച മാസമാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, പുതിയ മന്ത്രിമാർ ചാർജ് ഏറ്റെടുത്തു. അതുപോലെ തന്നെ ആണെങ്കിൽ ഗവൺമെന്റിലും ഒരുപാട് സുപ്രധാനമായിട്ടുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫാക്ട്സ് പഠിക്കാനുണ്ട്. ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, ഒരുപാട് പഠിക്കാനുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് നടന്ന ഒരു മാസമാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ഭാഗങ്ങളായിക്കൊണ്ടായിരിക്കും ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഒന്നാമത്തെ ഭാഗത്തിൽ പ്രധാനമായിട്ടും ഇലക്ഷന് ശേഷം നടന്നിരിക്കുന്ന പൊളിറ്റിക്കൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാം ഭാഗത്തിൽ മറ്റുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ടോപ്പിക് അടിസ്ഥാനത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കരസേനയുടെ മേധാവി ആരാണ്? ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി ആരെന്നുള്ളത്. ഓക്കെ, മനസ്സിലാക്കുക. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കേട്ടോ. അപ്പൊ ഇദ്ദേഹം എത്രാമത്തെ കരസേനാ മേധാവിയാണ്? മനസ്സിലാക്കുക, ഇദ്ദേഹം സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ അല്ലെങ്കിൽ കരസേനയുടെ ഇന്ത്യക്കാരനായ 30ാമത്തെ മേധാവിയാണ് ആര്? ഓക്കെ, ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ഇദ്ദേഹം മുമ്പ് ഈ ഒരു കരസേന മേധാവി ആവുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിരുന്നു. ഓക്കെ, ഇന്ത്യൻ കരസേനയുടെ 46ാമത്തെ ഉപമേധാവിയായിരുന്നു. അദ്ദേഹം ഉപമേധാവിയായിരുന്ന സമയത്തായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ മേധാവിയായിരുന്നത്. ലഫ്റ്റനന്റ് മനോജ് പാണ്ഡെ ജൂൺ മാസത്തിൽ വിരമിച്ച ഒഴിവിലോട്ടാണ് ഇദ്ദേഹത്തെ 30ാമത്തെ മേധാവിയായിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സിവിൽ സർവന്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് അല്ലെ, ഇത് വിദേശകാര്യ മന്ത്രിയാണ് സുബ്രഹ്മണ്യ ജയശങ്കർ അല്ലെങ്കിൽ എസ് ജയശങ്കർ എന്ന് പറയുന്നത്. അപ്പോ ആ വകുപ്പിലെ സെക്രട്ടറി അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വിക്രം മിശ്രി. വളരെ പ്രധാനപ്പെട്ട ഫാക്ട് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിൽ സർവീസ് അപ്പോയിന്റ്മെന്റ് ആണ് ഈ വിക്രം മിശ്രിയുടെ അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത സുപ്രധാന നിയമനങ്ങളിൽപ്പെട്ട ഒന്നാണ് വിക്രം മിശ്രിയുടെ അപ്പോയിന്റ്മെന്റ് കേട്ടോ. വിക്രം മിശ്രി. ഇദ്ദേഹത്തിന് മുമ്പ് വിനയ് കുമാർ കത്തു ആയിരുന്നു ഇന്ത്യയുടെ 34ാമത്തെ വിദേശകാര്യ സെക്രട്ടറി. ഇദ്ദേഹം വിക്രം മിശ്രി ആണെങ്കിൽ ഇന്ത്യയുടെ 35ാമത്തെ വിദേശകാര്യ സെക്രട്ടറിയാണ്. മനസ്സിലാക്കി, ഇദ്ദേഹം മുമ്പ് ഇന്ത്യയുടെ ചൈനയിലെ ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തത്, രാജ്യസഭയിലെ ഭരണകക്ഷിയുടെ പുതിയ നേതാവായി തെരഞ്ഞെടുത്ത ആരാണ്? അതായത് ലീഡർ ഓഫ് ദി ഹൗസ്. ഭരണകക്ഷിയുടെ ലീഡർ ഓഫ് ദി ഹൗസ് ആയിക്കൊണ്ട് തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? നമ്മൾ ഇത് പഠിക്കാനുള്ള കാരണം, മുമ്പ് അതായത് 17ാം ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഭരണകക്ഷിയുടെ രാജ്യസഭാ നേതാവ് അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വ്യക്തി ഇവിടെ ആ ഒരു സ്ഥാനത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. മനസ്സിലാക്കുക, ജഗത് പ്രകാശ് നദ്ദ. ഇന്ത്യയുടെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് ജഗത് പ്രകാശ് നദ്ദ. ഞാൻ മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതായത് 18ാം ലോക്സഭാ ഇലക്ഷന് ശേഷം ചാർജ് ഏറ്റെടുത്ത പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരുടെ ഫോട്ടോയും വകുപ്പുകളൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിലുൾപ്പെട്ട ക്യാബിനറ്റ് റാങ്കുള്ള ഒരു വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ. അദ്ദേഹം രാജ്യസഭയിലെ ഭരണകക്ഷിയുടെ പുതിയ നേതാവാണ്. അറിഞ്ഞിരിക്കുക, മുമ്പ് ആ സ്ഥാനം വഹിച്ചിരുന്നത് പീയൂഷ് ഗോയലാണ്. അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിലാണ്. ഒന്ന്. രണ്ടാമത്, രാജ്യസഭയിലെ തന്നെ പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവാണ് ആര്? മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ പ്രതിപക്ഷ കക്ഷി നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. നെക്സ്റ്റ്, നിലവിലെ സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് പലപ്പോഴും PSC പരീക്ഷകൾക്കും കേരള സംസ്ഥാനത്തുള്ള മന്ത്രിമാരെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെ. സജി ചെറിയാനെ കുറിച്ചൊക്കെ ഒരുപാട് തവണ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു വകുപ്പാണ് പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി ആരെന്നുള്ളത്. കെ രാധാകൃഷ്ണൻ ആയിരുന്നു കേരള സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി. അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും MP ആയിക്കൊണ്ട് ലോക്സഭയിലോട്ട് പോയ ആ ഒഴിവിലോട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ആ ഒരു മന്ത്രി പദം അദ്ദേഹം രാജിവെച്ചു. ആ സ്ഥാനത്തോട്ട് നിലവിലുണ്ടായിരുന്ന വി എൻ വാസവൻ അദ്ദേഹത്തിന് ഈ വകുപ്പിന്റെയും കൂടെ ചുമതല നൽകുകയാണ് ചെയ്തിരുന്നത്. മനസ്സിലാക്കുക, വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്ന മറ്റുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് ദേവസ്വമുണ്ട്,
സഹകരണമുണ്ട്, തുറമുഖ വകുപ്പുണ്ട്. തുറമുഖം, സഹകരണം, ദേവസ്വം, ഈ 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? VN വാസവനാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതുപോലെ തന്നെയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു മന്ത്രിയാണ് OR കേളു എന്ന് പറയുന്നത്, അല്ലെ OR കേളു. നമ്മളത് പിന്നീട് പഠിക്കുന്നതായിരിക്കും, എന്നാലും സാന്ദർഭികമായിട്ട് പറയാണ്. കാരണം K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പുകളാണ് SC ST പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, അതുപോലെ തന്നെയാണെങ്കിൽ ദേവസ്വം വകുപ്പ്. അതിൽ ദേവസ്വം വകുപ്പ് VN വാസവന് കൊടുക്കുകയും ഈ ഒരു പട്ടികജാതി പട്ടികവർഗ വകുപ്പിലോട്ട് എന്ത് ചെയ്യുന്നു? OR കേളു എന്ന് പറയുന്ന ഒരാളെ പുതിയ മന്ത്രിയായിട്ട് നിയമിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ വയനാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് ആര്? OR കേളു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഓക്കെ, ഭാരതീയ ജനതാ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ രാഷ്ട്രീയ പാർട്ടി. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അവര് NDA എന്ന് പറയുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമാണ്. ഓക്കെ, NDA മുന്നണി നേടിയിരിക്കുന്ന ടോട്ടൽ സീറ്റുകൾ എന്ന് പറയുന്നത് 292 ആണ്. ഈ 292ൽ 240 സീറ്റുകൾ നേടിയിരിക്കുന്ന ആരാണ്? BJP ആണ്. ഓക്കെ, എതിർ കക്ഷത്തുണ്ടായിരുന്ന ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നത് 234 സീറ്റുകളാണെന്നും കൂടെ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലോട്ട് കിടക്കുകയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാണ്? ഓക്കെ, ഈ ഒരു ചോദ്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും ഈ ഒരു സെഷന് ശേഷം, ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് സെഷന് ശേഷം 18ാം ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ നമ്മൾ എന്തായാലും അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിൽ 18ാം ലോക്സഭാ ഇലക്ഷന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഗസറ്റ് പുറപ്പെടുവിച്ച ആ സമയം തൊട്ടും ഏറ്റവും വലിയ മണ്ഡലം ഏതാണ്, ചെറിയ മണ്ഡലം ഏതാണ്, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഏത് മണ്ഡലമാണ്, അതുപോലെ തന്നെ ആണെങ്കിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ഇലക്ഷന്റെ ഘട്ടങ്ങൾ, അതുപോലെ തന്നെ ആണെങ്കിൽ ടോട്ടൽ മണ്ഡലങ്ങൾ, ഇലക്ഷന് ശേഷം നടന്നിരിക്കുന്ന കാര്യങ്ങൾ, മന്ത്രിസഭയാവട്ടെ, കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച ആളുകൾ, കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ച ആളുകൾ, അങ്ങനെ ഈ 18ാം ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഫാക്ട്സുകളുണ്ട്. ആ ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വൈകാതെ തന്നെ 18ാം ലോക്സഭാ ഇലക്ഷൻ ഒക്കെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ സമയത്ത് അതിന്റെ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയം തൊട്ട് ഇലക്ഷന് ശേഷം മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന കാലഘട്ടം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഇലക്ഷന് ശേഷം നടന്ന കാര്യങ്ങളാണ്. അതായത് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്ന വ്യക്തി ആരെന്നുള്ളത്, കാൻഡിഡേറ്റ് ആരെന്നുള്ളത്. ഉത്തരം ശങ്കർ ലാൽവാനി. ശങ്കർ ലാൽവാനി പ്രതിനിധാനം ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തെയാണ്. ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് 11.72 ലക്ഷം ഭൂരിപക്ഷമാണ്. മനസ്സിലാക്കുക, അദ്ദേഹം ഒരു BJP കാൻഡിഡേറ്റ് ആണ്. BJP പാർട്ടി റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചത്. മനസ്സിലാക്കട്ടോ. അപ്പൊ ശങ്കർ ലാൽവാനി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഇൻഡോർ മണ്ഡലമാണ്. ഈ ഇൻഡോർ മണ്ഡലവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്ടും കൂടി നമ്മൾ ഇന്ന് തന്നെ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. ഇതും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇതിന് ഉത്തരം രവീന്ദ്ര ദത്താറാം വൈഗർ ആണ്. ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, രവീന്ദ്ര ദത്താറാം വൈഗർ. ഇദ്ദേഹം ജയിച്ചിരിക്കുന്നത് വെറും 48 വോട്ടുകൾക്കാണ് കേട്ടോ. ഇതാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം, 48 വോട്ടുകളൊക്കെ. ഇദ്ദേഹം ശിവസേന എന്ന് പറയുന്ന പാർട്ടിയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്ന വ്യക്തി ശങ്കർ ലാൽവാനി, മണ്ഡലം ഇൻഡോർ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്ന വ്യക്തി രവീന്ദ്ര ദത്താറാം വൈഗർ, മണ്ഡലം മുംബൈ നോർത്ത് വെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ ലഭിച്ച മണ്ഡലം ഏത്? നൺ ഓഫ് ദി അബവ് അല്ലെ. ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ ലഭിച്ചിരിക്കുന്ന മണ്ഡലം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡോർ മണ്ഡലമാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലമാണ്. ഏറെക്കുറെ 2,18,674 വോട്ടുകളാണ് നോട്ടയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മനസ്സിലാക്കാം. അവിടെ വിജയിച്ച വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്ന വ്യക്തി ശങ്കർ ലാൽവാനി. ഓക്കെ, നെക്സ്റ്റ്, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാരാണ്? 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? രാഹുൽ ഗാന്ധി. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ്? വയനാട് മണ്ഡലമാണ്. അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ നിന്നും ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു. വയനാട് അദ്ദേഹം വിട്ട് റായ്ബറേലിയാണ് അദ്ദേഹം നിലനിർത്തിയിരിക്കുന്നത്. വയനാട്ടിൽ വൈകാതെ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കുന്നതായിരിക്കും. എന്തായാലും കേരളത്തിൽ വിജയിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച് കേരളത്തിലെ മണ്ഡലം വയനാടാണ്. വയനാടും റായ്ബറേലിയുമാണ് അദ്ദേഹം 2 മണ്ഡലങ്ങളായിക്കൊണ്ട് മത്സരിച്ചത്. ഓക്കെ, രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ലഭിച്ച ഭൂരിപക്ഷമാണ് 3,64,422 വോട്ടുകൾ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അടൂർ പ്രകാശാണ്. ആറ്റിങ്ങൽ മണ്ഡലം കേട്ടോ, ആറ്റിങ്ങൽ മണ്ഡലം. ഓക്കെ,
നെക്സ്റ്റ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം അടൂർ പ്രകാശ് ആണ്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 684 വോട്ടിന്റെ ഭൂരിപക്ഷം, കേട്ടോ, വോട്ടുകളല്ല ഭൂരിപക്ഷം, 684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ പെട്ട ഒന്നാണ് ആറ്റിങ്ങൽ, തിരുവനന്തപുരം ആറ്റിങ്ങൽ. നോക്കി. നെക്സ്റ്റ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ ലഭിച്ച കേരളത്തിലെ മണ്ഡലം. നേരത്തെ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ ലഭിച്ച മണ്ഡലം പറഞ്ഞിരുന്നു, ഇൻഡോർ ആണല്ലേ. ഓക്കെ, ശങ്കർ ലാൽവാനിയുടെ മണ്ഡലം. ഓക്കെ, എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ ലഭിച്ച മണ്ഡലം ഏതാണ്? ഓക്കെ, ആലത്തൂർ മണ്ഡലം. രമ്യ ഹരിദാസും കെ രാധാകൃഷ്ണൻ മത്സരിച്ചു. രമ്യ ഹരിദാസ് പരാജയപ്പെട്ടും കെ രാധാകൃഷ്ണൻ, മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ വിജയിക്കുന്നു. ഏറ്റവും കൂടുതൽ നോട്ടയ്ക്ക് ആളുകൾ വോട്ട് ചെയ്തതും എവിടെയാണ്? ആലത്തൂർ മണ്ഡലത്തിലാണ്. ഓക്കെ, ആലത്തൂർ മണ്ഡലത്തിലെ നോട്ടയ്ക്ക് ലഭിച്ചത് 12,033 വോട്ടുകളാണ്. 12,033 വോട്ടുകളാണ് നോട്ടയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നോട്ടയുടെ ഫുൾ ഫോം ആണ് നൺ ഓഫ് ദി ബോ എന്ന് പറയുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ വിജയിച്ചത് കെ രാധാകൃഷ്ണൻ, CPIM. ഓക്കെ, നെക്സ്റ്റ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് എത്തുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചതാണ്. ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് എത്തുന്ന വ്യക്തി ആരാണ്? ഓക്കെ, കൊടിക്കുന്നിൽ സുരേഷ് അല്ലെ, കെ സുരേഷ് അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയാം. ഇദ്ദേഹം വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിക്കൊണ്ട് 2 മണ്ഡലങ്ങളെ, അതായത് മാവേലിക്കര, അടൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് ഇദ്ദേഹം ലോക്സഭയിലോട്ട് പലപ്പോഴായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഓക്കെ, ഇദ്ദേഹം 8ാം തവണയാണ് 18ാം ലോക്സഭയിലോട്ട് അദ്ദേഹം എത്തിയത്. ഓക്കെ, 8ാമത്തെ തവണയായിക്കൊണ്ടാണ് 18ാം ലോക്സഭയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. 8ാം തവണയാണ്. ഓക്കെ, അതുപോലെ തന്നെ അറിഞ്ഞിരിക്കാം 8ാം തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് മാവേലിക്കര. മുമ്പ് മാവേലിക്കരയും അടൂരുമായിക്കൊണ്ട് ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? റെപ്രസെന്റ് ചെയ്തിരുന്നത്. 2 മണ്ഡലങ്ങളും പലപ്പോഴായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം അടൂരായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് അടൂർ ഒഴിവായി ഇപ്പോൾ മാവേലിക്കര എന്ന് പറയുന്ന മണ്ഡലമാണ് നിലവിലുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക, കേട്ടോ. ഓക്കെ, അടൂർ മണ്ഡലത്തെയും മാവേലിക്കര മണ്ഡലത്തെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് 8 തവണ അദ്ദേഹം ലോക്സഭയിലോട്ട് എത്തിയിരിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. തൃശ്ശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സുരേഷ് ഗോപിയാണ് എന്ന് ഉത്തരം, കേട്ടോ. സുരേഷ് ഗോപി. ഓക്കെ, തൃശ്ശൂർ മണ്ഡലമാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3ാം തവണ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3ാം തവണ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന വ്യക്തി ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം നരേന്ദ്രമോദിയാണ്. ഓക്കെ, 2014 തൊട്ട് അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത് 2024 ജൂൺ മാസം 9ാം തീയതിയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് രാഷ്ട്രപതി ഭവനിലായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഓക്കെ, ഈ നരേന്ദ്രമോദി സർക്കാർ 3ാം തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതോടുകൂടി അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായിക്കൊണ്ട് 3 തവണ പ്രധാനമന്ത്രിയാവുന്ന വ്യക്തിയായിട്ട് ഇദ്ദേഹം മാറുകയുണ്ടായി എന്നുള്ള പോയിന്റ് കൂടെ മനസ്സിലാക്കുക, കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് താഴെ പറയുന്നതിൽ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാത്ത വിദേശ രാഷ്ട്ര നേതാവാരാണ്? ഓക്കെ, അപ്പോ 4 പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആരാണ് പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ജോക്കോ വിദോദോ. ഓക്കെ, ജോക്കോ വിദോദയാണ് പങ്കെടുക്കാത്തത്. അപ്പൊ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത് നോക്കണ്ടേ? ഓക്കെ, അപ്പോ ഈ 18ാം ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതായത് 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത രാഷ്ട്ര തലവന്മാരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുഹമ്മദ് മൊയ്സു മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആണ്. റനിൽ വിക്രംസിംഗെ ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ്. പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ നേപ്പാൾ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ ഷെറിംഗ് തോബ്ഗെ ഭൂട്ടാൻ പ്രധാനമന്ത്രിയാണ്. പ്രവിന്ദ് കുമാർ ജുഗ്നോദ് മൗറീഷ്യസ് പ്രൈം മിനിസ്റ്റർ ആണ്. അഹമ്മദ് അഫീഫ് സീഷെൽസ് വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഈ 7 രാഷ്ട്ര തലവന്മാരാണ് നമ്മുടെ ഈ 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. ഓക്കെ, മുഹമ്മദ് മൊയ്സു മാലിദ്വീപ്, റനിൽ വിക്രംസിംഗെ ശ്രീലങ്ക, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ്, പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ നേപ്പാൾ, അതുപോലെ തന്നെ ഷെറിംഗ് തോബ്ഗ ഭൂട്ടാൻ, പ്രവിന്ദ് കുമാർ ജുഗ്നോത്ത് മൗറീഷ്യസ്, അഹമ്മദ് അഫീഫ് സീഷെൽസ്. കേട്ടോ, ഇത്രയാണ് രാഷ്ട്രതലവന്മാര് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. 18ാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കറായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. പ്രോ ടൈം സ്പീക്കറായി കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ പ്രോ ടൈം സ്പീക്കർ എന്ന് പറയുന്നത് എന്താണ്? സാധാരണ സീനിയർ മെമ്പേഴ്സിനെയാണ് പ്രോ ടൈം സ്പീക്കർ ആക്കാറുള്ളത്. അപ്പൊ ഇതിൽ ആരായിരുന്നു? ഭർത്തൃഹരി മഹ്താബ്. കേട്ടോ, ഭർത്തൃഹരി മഹ്താബ് അദ്ദേഹം
ഒഡീഷയിലെ കട്ടക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് ഭർത്തൃഹരി മഹ്താബ്. ലോക്സഭയിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്നാണ് പ്രോട്ടേം സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്ന ആദ്യ യോഗം പ്രോട്ടേം സ്പീക്കറുടെ കീഴിലാണ് നടത്തുന്നത്. മനസ്സിലാക്കാം, ഈ പ്രോട്ടേം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് MP മാരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത്. അതിനുശേഷമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പൊ ആ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ സ്പീക്കർ ചാർജ് ഏറ്റെടുക്കുന്ന സമയം വരെയാണ് ഈ പ്രോട്ടേം സ്പീക്കറുടെ ഒരു അധികാരം എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ 18ാം ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? ഭർത്തൃഹരി മഹ്താബ്. ഓക്കെ, നെക്സ്റ്റ്, അരുണാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? അപ്പോൾ ഏറെക്കുറെ 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ട്സ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ളത് നമ്മൾ ഇലക്ഷന്റെ ആ ഒരു കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 18, അരുണാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? അപ്പൊ അരുണാചൽ പ്രദേശിലും റീസെന്റ്ലി ഇലക്ഷൻ നടന്ന ഒരു പ്രദേശമാണ് അരുണാചൽ പ്രദേശം. അവിടുത്തെ പുതിയ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് വീണ്ടും ആര് വന്നിരിക്കുന്നു? പേമാ ഖണ്ഡു തന്നെയാണ് അരുണാചൽ പ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി. അദ്ദേഹം തുടർച്ചയായി 3ാമത്തെ തവണയാണ് അദ്ദേഹം അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആവുന്നത്. പേമാ ഖണ്ഡു പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് മുക്ടോ മണ്ഡലം. കേട്ടോ, ഏതാണ് മുക്ടോ മണ്ഡലം? പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പൊ അദ്ദേഹം BJP മെമ്പറാണ്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് മുക്ടോ മണ്ഡലം. അദ്ദേഹം ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, 19, നിലവിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാരാണ്? നിലവിലെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാരാണ്? ഉത്തരം അജിത് ഡോവൽ. അല്ലെ, അജിത് ഡോവൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 3ാമത്തെ തവണയാണ്. ഓക്കെ, തുടർച്ചയായിട്ട് 3ാം തവണയാണ് ഇദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകുന്നത്. ഈ പദവിയിൽ തുടർച്ചയായി 3 തവണ നിയമിതരാകുന്ന ആദ്യത്തെ വ്യക്തിയും കൂടിയാണ് ആര്? അജിത് ഡോവൽ. കേട്ടോ, തുടർച്ചയായി 3 തവണ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകുന്ന വ്യക്തിയും കൂടിയാണ് ആര്? അജിത് ഡോവൽ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനും അതിർത്തി നിർണയത്തിനും വേണ്ടി 2024 ജൂണിൽ രൂപീകരിച്ച ഡെലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2024 ജൂണിൽ രൂപീകരിച്ച ഡെലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്നതാണ് ചോദ്യം. ഉത്തരം A. ഷാജഹാൻ. ആരാണ്? A. ഷാജഹാൻ. ഓക്കെ, അപ്പൊ A. ഷാജഹാൻ ആരാണ്? നമുക്കറിയാം, അടുത്ത വർഷം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതിന് മുന്നോടിയായിക്കൊണ്ടാണ് ഈ ഒരു അതിർത്തി നിർണയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കമ്മീഷന്റെ ഡെലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷനാണ് ആര്? A. ഷാജഹാൻ. ഓക്കെ, അദ്ദേഹം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കേട്ടോ, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A. ഷാജഹാൻ. ചെയർമാൻ ഉൾപ്പെടെ ഡെലിമിറ്റേഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5 ആണ്. ഓക്കെ, 5 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 20 കറണ്ട് അഫയേഴ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഏറെക്കുറെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നും ഒഴിവാക്കാനില്ലാത്തതാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഇത് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിന് 2ാമത്തെ ഭാഗം നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.